അങ്ങേയറ്റം ഹൃദയവേദനയോടുകൂടിയാണ് കെ എം മാണി സാറിൻ്റെ ഈ അപ്രതീക്ഷിതമായ നിര്യാണ വാർത്ത കേട്ടത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതികായനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സത്യത്തിൽ പാർലമെൻ്ററി ചരിത്രത്തിൽ വിസ്മയകരമായിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ച ആളാണ് മാണി സാർ. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം, സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സാമാജികനുണ്ടോ എന്നൊരു സംശയമാണ്, വിജയിച്ചു വന്ന ആൾ. ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് 13 തവണയോളം അദ്ദേഹം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നിയമസഭാ സാമാജികനായി വരുന്ന കാലത്ത് പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കാൻ അദ്ദേഹത്തെ പോലുള്ള ഒരു പാർലമെൻറ്റേറിയൻ്റെ സഹായം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പാർലമെൻ്ററി പ്രവർത്തന രംഗത്തും ഭരണരംഗത്തും പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ അതീവമായിട്ടുള്ള വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് മാണി സാറിൻ്റെ നിര്യാണം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ എക്കാലത്തെയും തലതൊട്ടപ്പനായ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആളാണ് മാണി സാറ്. ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് മാറിയെങ്കിലും അദ്ദേഹം എന്നും UDFൻ്റെ മനസ്സിനോടൊപ്പമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിലച്ചിരിക്കാത്തൊരു സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, UDFന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല പൊതുരാഷ്ട്രീയ രംഗത്ത് എല്ലാവരും സമ്മതിക്കും, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ എടുത്തു നോക്കിയാൽ ഒരു കാരണവസ്ഥാനത്തിരിക്കാവുന്ന ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള പക്വമതിയായിട്ടുള്ള ഏറ്റവും അനുഭവ സമ്പത്തുള്ള നേതാക്കൾ എടുത്തു നോക്കിയാൽ അതിലേറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന ആളാണ് മാണി സാറ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വൈകുന്നേരം ഞാൻ ശ്രീ ജോസ് കെ മാണിയെ വിളിച്ചിരുന്നു ഈ വിവരം അദ്ദേഹത്തിന് ഗുരുതരമാണെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണോ, അദ്ദേഹം വിതുമ്പിക്കൊണ്ടു പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം. എന്തായാലും അഖിലേന്ത്യാ വേണുഗോപാലാണ് കെ എം മാണിയെ അനുസ്മരിച്ചത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശ്രീരാമകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത് കെ എം മാണി? യഥാർത്ഥത്തിൽ